പോകുന്ന റൂട്ട്, സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ, അത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ചടക്കാൻ തുടങ്ങും ഉറങ്ങുന്നത്. അപ്പോൾ ഒരു ചെറിയ മോട്ടോർ ഹോമാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഉറങ്ങാനുള്ള സൗകര്യം. എൻ്റെ പ്രായം അറിയാമല്ലോ, 58 കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇത്രയും തിടുക്കം, ഇത്രയും ഡ്രൈവ് ചെയ്യുന്നത്, 100-150 ദിവസം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരോഗ്യം നിലനിർത്താൻ കൂടി വേണം. അപ്പോൾ 4 ഡിഗ്രി താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ കിടപ്പ്, ചിലപ്പോൾ അപകടം എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ മാത്രമല്ല, ആരും അറിയുന്നില്ല. തൊട്ടടുത്ത ഒരാൾ ഇല്ലല്ലോ, നമ്മളെ കൂടെ വണ്ടിയിലും ഇല്ല. മനോജ് രവീന്ദ്രൻ നിരക്ഷരനാണ് ഇന്ന് നമ്മുടെ അതിഥി. കേരളയുടെ പുതിയൊരു സംഭാഷണമാണ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന യാത്ര എന്ന വിഷയമാണ്. 3 വട്ടം ഇന്ത്യയിൽ പലയിടത്തായിട്ട് യാത്ര ചെയ്ത് ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ വിധാനങ്ങളിലേക്ക് യാത്രയെ തുടർന്നുകൊണ്ട് പോകുന്ന മനോജ് രവീന്ദ്രൻ നിരക്ഷരനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഈ യാത്രകളിൽ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, ഞാൻ ജനങ്ങളുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഡൈവേഴ്സിറ്റി, സമതലങ്ങൾ, ഉത്തുംഗ പർവ്വതങ്ങൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ അത് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ചില സംസ്ഥാനങ്ങൾ നമുക്ക് ഇന്ന സംസ്ഥാനമാണെന്ന്, നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഈ വാളയാറ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കഴിഞ്ഞു, കേരളം കഴിഞ്ഞു, തെങ്ങൊക്കെ തീർന്നു, മരങ്ങളുടെ ആ ബാഹുല്യം തീർന്നു, പച്ചപ്പ് അങ്ങോട്ട് കുറഞ്ഞു. തിരിച്ച് ഇപ്പോൾ ഉറക്കത്തിലാണെങ്കിലും ശരി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വരുന്ന വണ്ടിയിലിരുന്ന് മറ്റാൾ ഉറങ്ങുകയാണ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കാം, കേരളത്തിലേക്ക് കയറിയല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. ആ തെങ്ങുകളും പച്ചപ്പും അങ്ങനെ. ഈ സംഭവം കുറച്ച് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് പല സ്റ്റേറ്റുകളിൽ ഇത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹരിയാനയിലേക്ക് പോകുമ്പോൾ ഹരിയാനയും രാജസ്ഥാനും ബോർഡർ ഇങ്ങനെ പങ്കുവെക്കുന്ന സ്ഥലങ്ങൾ, ഇവിടുന്ന് കയറി ഇങ്ങനെ കയറി വീണ്ടും ഇറങ്ങിയും കയറിയും പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ഹരിയാനയിലേക്ക് കയറിയതും രാജസ്ഥാനിലേക്ക് തിരിച്ചിറങ്ങുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വിഷ്വലി മനസ്സിലാവും. ഹരിയാനയുടെ പാടങ്ങളും രാജസ്ഥാനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ മരുഭൂമിയുടെ ഫീലുള്ള സ്ഥലങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കൃഷിയിടങ്ങൾ, പിന്നെ നടുക്കുകൂടി ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ 2 വശവും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ യൂക്കാലി പോലെ ഒക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ ആ നീളൻ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇപ്പുറം 2 കൃഷിയിടങ്ങളാണ്. ആ കൃഷിയിടത്തിൻ്റെ അപ്പുറത്ത് എവിടെയോ ആയിരിക്കും അവരുടെ വീടുകൾ. ഈ റോഡ് സൈഡിലൊന്നുമില്ല. ഇതിനകത്തോട്ട് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ഹരിയാനയാണെന്ന്. പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് രാജസ്ഥാനിൻ്റെ ഒരു ഇതിനകത്തേക്ക് കയറും. ഇതേ സംഭവം ആസാമിലും ഇവിടെ സംഭവിക്കുന്നുണ്ട്, മേഘാലയയിലും. ആസാമിലേക്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഈ തേയിലപ്പാട് ചെടികൾ കാണാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഓട്ടമാണ്. അവിടെ നിന്ന് പെട്ടെന്ന് മാറി ഇതില്ലാത്തൊരു സ്ഥലത്തേക്ക് കിടക്കും. അപ്പോൾ ആസാം കഴിഞ്ഞിട്ട് ഇനി മേഘാലയയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അവിടെ ഒരു ഇപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് നാഗാലാൻഡിലേക്ക് പോകുന്ന ആ റൂട്ടിൽ ഒരു സൈഡ് റോഡിൻ്റെ ഈ വശം ആസാമും അപ്പുറം മേഘാലയയാണ്. ഒരു റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഫുൾ റോഡ് അങ്ങനെയാണ്. ഒരു 10-30 കിലോമീറ്ററോളം റോഡ് അങ്ങനെയാണ്. അതൊരു ഇത്തിരി ഹൈവേ ആയതുകൊണ്ടും ഒരു മലയുടെ ചുരം കയറുന്നതായതുകൊണ്ടും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ അത് ഇതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് റോഡാണ്. എന്ന് വെച്ചാൽ ഈ മേഘാലയയിൽ 6 രൂപ കുറവാണ് പെട്രോളിന്. അപ്പം അപ്പുറത്തെ സൈഡ് നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ നിരന്ന് പെട്രോൾ ബങ്കുകളാണ്. 40-50 വണ്ടികൾക്ക് ഒരേ സമയത്ത് പിടിച്ച് പെട്രോൾ. അത്രയും വലിയത് നമ്മൾക്ക് ഇത്രയും വലിയ നമ്മളുടെ മെട്രോ നഗരത്തിൽ പോലും കാണാൻ കിട്ടില്ല. കാരണം ഇതാണ്, ഇവിടുത്തെ നാഗാലാൻഡിലെ ആസാമിലും മുഴുവൻ വണ്ടികളും പെട്രോൾ അടിക്കുന്ന അപ്പുറം തന്നെ ഒരു യു-ടേൺ അടിച്ചാൽ മതി, റോഡിൻ്റെ അപ്പുറം കിടന്നാൽ മതി. അപ്പോൾ അവിടെ നിറയെ പെട്രോൾ ബങ്കുകളും ഇപ്പുറമൊന്നും ഇല്ലാത്ത റോഡുകൾ. അത് കാണുമ്പോൾ മനസ്സിലാകും അപ്പുറം മേഘാലയാണെന്ന് മനസ്സിലാവും. നമ്മളിവിടുന്ന് മാഹിയിലേക്ക് കള്ളു കുടിക്കാൻ പോകുന്ന പോലെ
അത് തന്നെ ഏതാണ്ട് അതുപോലെ. അല്ല അവിടെ പക്ഷെ നമുക്ക് അതങ്ങനെ അവിടെ എത്തുമ്പോൾ മാഹിയുടെ സ്ട്രെച്ച് പാസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോറികൾ ഇതാക്കാൻ രണ്ട് സൈഡിലും മദ്യ ഷോപ്പുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാഹി എത്തിയെന്ന് മനസ്സിലാവും. ഏതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ചില സ്ഥലങ്ങൾ ഇതേപോലെ കച്ചവട സ്ഥാപനങ്ങളുടെ ഇതുകൊണ്ടും ജോഗ്രഫിക്കൽ ഇതുമായിട്ടും കൃത്യമായിട്ടും ഏതാണ് സംസ്ഥാനം എന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഞാൻ 1-2 സ്ഥലം മാത്രം എടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഇതിൽ തന്നെ ഒരു കളർ സ്കീം ഉണ്ടല്ലോ. ഇപ്പോൾ രാജസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ചുവന്ന ഫീലാണ്, ഒരു റെഡ് ഫീൽ. രാജസ്ഥാൻ്റെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടുന്നത് റെഡാണ്. അപ്പോൾ രാജസ്ഥാൻ എങ്ങനെയാണ് അനുഭവപ്പെട്ടുള്ളത്? കളർഫുൾ ആയിട്ടുള്ള മൊത്തത്തിൽ അതിനുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പല സംസ്ഥാനങ്ങളിലും എനിക്ക് ചില നിറങ്ങളിൽ കൂടെ തന്നെയാണ് എനിക്ക് രാജസ്ഥാൻ എല്ലാ നിറങ്ങളും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എൻ്റെ കാര്യം എനിക്ക് തോന്നുന്ന, ഞാൻ ജോലി ചെയ്തിരുന്നത് ഓയിൽ ഫീൽഡിലാണ്. അപ്പോൾ അവിടുത്തെ ചില തിയറികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഡെസേർട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന വർക്ക് ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം ഓറഞ്ച് കളറിൽ ഉള്ള അതായിരിക്കും. വിസിബിലിറ്റി വരാനാണ്, വിസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവരും ആ നിറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഡെസേർട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരെ എളുപ്പം ദൂരെ നിന്ന് കാണാനും പിടിക്കാനും വേണ്ടി നിറം ഉള്ള തലയെക്കെട്ടും അവരുടെ വസ്ത്രം കോൺട്രാസ്റ്റ് അതായിരിക്കണം ആ നിറങ്ങളിലേക്ക് കൊണ്ടുവന്ന്. പിന്നെ അതല്ലാതെ നേരത്തെ പറഞ്ഞ ഹോളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പം നിറങ്ങൾ രാജസ്ഥാൻ പറയുമ്പോൾ എല്ലാ നിറങ്ങളുടെയും ഇത്. മേഘാലയ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ത്യയിലാണെന്നോ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ വളരെ വൈകിയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് പല സ്ഥലങ്ങളും പോയിട്ടുണ്ടെങ്കിലും 2023 വരെ ഞാൻ നോർത്ത് ഈസ്റ്റ് കണ്ടിട്ടില്ല. ചെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി, അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ മനുഷ്യരെ ഇങ്ങനെ ഞെക്കി പിടിച്ച് നിർത്തുന്നവരുണ്ട് ഈ സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നുള്ള ആൾക്കാർ. ആ സിലിഗുരിയുടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേറെ ലോകമാണത്. അപ്പോൾ അത് പച്ച അല്ലെങ്കിൽ നീല നിറമായിട്ടാണ് ഞാൻ മേഘാലയനെ അടയാളപ്പെടുത്തുന്നത്. കടുത്ത പച്ച നീല. അവിടുത്തെ ജലാശയങ്ങളെല്ലാം ആ നിറമാണ്. സെറീൻ ബ്ലൂ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് അഴുക്കാകാതെ നിൽക്കുന്നുണ്ട്, അവരങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ക്ലെൻലിനെസ് ഉള്ള ആൾക്കാരാണ്. ഇന്ത്യയിലാണോ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നമ്മൾ സംശയിച്ചു പോകും. ഇപ്പോൾ അവിടെ മൗലിനോങ് എന്ന് പറഞ്ഞൊരു വില്ലേജ് മേഘാലയയിലുള്ളത് ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ഓരോരുത്തർക്കും പറയാമല്ലോ. ഏഷ്യയിൽ ഇപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് അറിയില്ല, പുറത്തേക്ക് വീണ്ടും കുറേം കൂടി ഇതായിട്ടുള്ള ഗ്രാമങ്ങൾ തന്നെ ഉണ്ടാവും. ഒരു ഗ്രാമമാണിത്. ഒരു ഗ്രാമം ചിലപ്പോൾ അവിടുത്തെ എല്ലാ ഗ്രാമവും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പുറത്തൊക്കെ ഉള്ള. എന്നാലും അങ്ങനെ ആ ഇത് അവർക്കുണ്ട്, ആ കൾച്ചറുണ്ട്. അതുകൊണ്ട് ആയിരിക്കണം ഈ ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ ആ നിറം അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളെ അങ്ങനെ നിറത്തിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അത് അരുണാചലിലേക്കൊക്കെ എത്തുമ്പോഴേക്കും എനിക്ക് ഇത് വൈറ്റ് പാച്ച് വരാൻ തുടങ്ങും. അതിൽ മനസ്സിലായില്ലേ? നമ്മൾ ഒരുവിധം സമയത്ത് ചെന്ന് കഴിഞ്ഞാലും മലകളൊക്കെ മഞ്ഞ് മൂടിയിട്ടുള്ള അപ്പൊ അത് ആ ഫീല് അരുണാചൽ തൊട്ട് അങ്ങോട്ടുണ്ടാവും. അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കും അങ്ങനെ നിറമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിറത്തിന്റെ ഫീൽ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. കേരളത്തിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഒരു പച്ച തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ ആ മറ്റേ രണ്ട് ആ പച്ചയും ആ നീലയും അത് രണ്ടും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ജലാശയത്തിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. നമ്മുടെ അവിടെ മഴക്കാലത്ത് കുറച്ച് ദിവസം മാത്രമാണ് ആ വെള്ളം വന്ന് പതിക്കുന്നിടത്ത് ഒന്ന് കലങ്ങും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങനെ നിറമുള്ള സ്ഥലമാണ്. ഈ ഗന്ധങ്ങൾ, യാത്രയിൽ അനുഭവിക്കുന്ന ഗന്ധങ്ങൾ ഓരോ ജനപദത്തിനും വ്യത്യസ്തങ്ങളായ ഭക്ഷണത്തിൻ്റെയും രുചിക്കൂട്ടിൻ്റെയും ഒക്കെ വ്യത്യാസം വരുമ്പോൾ അത് ഗന്ധത്തിൻ്റെ തലത്തിൽ അനുഭവിക്കാറുണ്ട്. ഗന്ധങ്ങൾ ഈ ഇതുണ്ടല്ലോ, ഒന്ന് ഇതാണ് ഭക്ഷണം ആണ് മിക്കവാറും ആ ഗന്ധത്തിൻ്റെ ഒരു വലിയ ഘടകമായിട്ട് വരുന്ന ഓരോ സ്ഥലത്തും അവരവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അത് ചേർത്തിട്ടാണ് ആ ഗന്ധങ്ങളുടേത്. ഇപ്പോൾ രാജസ്ഥാനിലോ ഗുജറാത്തിലേക്കോ ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറവായിരുന്നു. നോൺ വെജ് സംഭവങ്ങൾ ഇത് കുറവാണ്. അപ്പോൾ അവിടുത്തെ ആ ഗന്ധത്തിന് എനിക്ക് തോന്നുന്നത് ഒരു പച്ചക്കറി അല്ലെങ്കിൽ പച്ചക്കറി ചീഞ്ഞളിഞ്ഞാലുണ്ടാകുന്ന മണം അതേ ആ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ പട്ടിയിറച്ചി വരെ തിന്നുന്ന സ്ഥലങ്ങളാണ്. നാഗാലാൻഡിൽ മാത്രമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നാഗാലാൻഡല്ല, മേഘാലയയിലും അരുണാചലിലും
മണിപ്പൂർ വരെ അവർ ഒരു മംഗോളിയൻ ഭക്ഷണ രീതി. അതെ. അപ്പോൾ അവിടെയൊക്കെ ആ ഗന്ധത്തിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗന്ധത്തിൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഗന്ധത്തിൻ്റെ ഭയങ്കരം എന്നുള്ളത് തന്നെ ഉപയോഗിക്കണം കേട്ടോ. വളരെ എന്നുള്ള അർത്ഥത്തിലല്ല, ഭയങ്കരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, അത് ഇത് 51 ഇത് ശക്തിപീഠങ്ങളിലൊന്ന് എന്നുള്ളത്. ആ ക്ഷേത്രത്തിന് എനിക്കൊരിക്കലും ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ മറ്റേ ഇത് ചന്ദനത്തിരി കത്തുന്ന മണം, അങ്ങനത്തെ അവിടെ പോയി കഴിഞ്ഞാൽ ഇറച്ചിക്കടയിൽ പോയ പോലെ തന്നെ ആ മണം. എനിക്ക് കാമാഖ്യ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇറച്ചി ചന്തയിൽ പോയ ഇതാണ്. കാരണം മൃഗങ്ങളെ വെട്ടിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ചോര തറയിലെല്ലായിടത്തും വലിച്ചുകൊണ്ട് പോയിടത്തൊക്കെ ചോര ഒഴുകുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഇങ്ങനെ കണ്ടാൽ ഒരു ആടിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെട്ടുന്നു ഇങ്ങനെ കാണാം നമുക്കത്. അപ്പം അതിൻ്റെ മണം ഈ അന്തരീക്ഷത്തിൽ നിൽക്കൂലേ. 100 കണക്കിന് ആട്, പ്രാവ് എല്ലാത്തിനും വെട്ടുന്നുണ്ട്. എന്ത് സാധനം ഉണ്ടോ അവർ ഇതായിട്ട് നേർച്ചയായിട്ട് കൊടുക്കുന്നതിനൊക്കെ വെട്ടുന്നുണ്ട്. ആ മൊത്തം അമ്പലത്തിൽ എനിക്ക് അകത്തായാലും പുറത്തായാലും എൻ്റെ ചുറ്റുവട്ടത്ത് ഇറച്ചിക്കടയിൽ പോയ ഇതാണ്. ഒരു മലയാളിക്ക് ഒരു കാരണവശാലും ഒരു അമ്പലം ഫീല് അവിടെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു വിശ്വാസി അല്ലാത്തതും കൂടി കൊണ്ട് എനിക്കത് കൂടുതലായിട്ട് വേണം. ഒരു മലയാളിക്ക് ചിലപ്പോൾ ഗന്ധത്തെ കുറിച്ച് എന്നാലും അവൻ പറയൂല്ലോ വിശ്വാസിയാണെങ്കിൽ. അങ്ങനെ ഉണ്ടല്ലോ പോയ ഭക്തി. ഞാൻ എൻ്റെ കൂടെ വന്നവരൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് തൊഴുത് ഇതാക്കി. ഈ കാര്യം ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഒന്ന് മൂളി ചിലപ്പോൾ സമ്മതിച്ചെന്നല്ലാതെ ആ രീതിയിൽ അങ്ങനെ പറയുന്നില്ല ആൾക്കാർ. അപ്പോൾ ഈ ഗന്ധം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഗന്ധം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. പറഞ്ഞാൽ അത് വലിയ പ്രശ്നവും. നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ പണ്ട് മൃഗബലി ഉണ്ടായിരുന്നു. ഈ കോഴിവെട്ട് ഒരു പരിധി വരെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇല്ലാതായത്. ഇപ്പോഴും തറവാട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഈ കോഴിവെട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നമാണ്. ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും പോകും. പക്ഷെ ഇതുണ്ടാക്കുന്ന നിറങ്ങളുടെയും ഗന്ധത്തിൻ്റെയും ഒരു 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 സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചന്ദനം അരയ്ക്കുന്നതിൻ്റെ മണവും പാൽപ്പായസത്തിൻ്റെ മണമൊക്കെയാണ് ഫീലായിട്ട് വരിക. അപ്പോൾ ഈ ഫീല് ഇത്തരൊരു ഫീലാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മലയാളിക്ക് കിട്ടുക. നമ്മളിപ്പോൾ ശബ്ദ, സ്പർശ, രസ, ഗന്ധരൂപങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇത് ജനതയുടെ കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് ഒരു 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 ഫാബ്രിക്കേറ്റഡ് അഹന്ത ഉണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വിവരമുള്ളവർ, ഏറ്റവും ലോകത്തിൽ സംസ്കാരമുള്ളവർ, 3 നേരം കുളിക്കുന്നവർ, ഇങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും ആദ്യമുള്ളവർ എന്നൊരു അഹന്ത മലയാളി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു കേരളീയ സമൂഹത്തിൽ നിന്ന് പുറത്തെ ലോകത്തെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ആ ജനതയുടെയൊക്കെ ജീവിതം കണ്ടപ്പോൾ എന്താണ് അങ്ങേക്ക് ഫീൽ? ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറയാവുന്ന സംഭവങ്ങളുണ്ട്. അത് ഓരോ ബേസിക്കലി ആൾക്കാരെല്ലാം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വലിയ പ്രശ്നമുള്ള സ്ഥലമല്ലേ എന്നെല്ലാം പലരും ചോദിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് പോയി വന്നപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ നാഗാലാൻഡിലെ നാഗന്മാരൊക്കെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ള കഥകൾ വേറെ തരത്തിലാണ്. അങ്ങനെ പല ഇതുള്ളതുകൊണ്ടായിരിക്കണം, അവർ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കണം. അപ്പോൾ പക്ഷെ ചെന്ന് അടുത്ത് ഇടപഴകി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെല്ലാം ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ സ്നേഹത്തോടെ പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഭാഷ പലരിടത്തും തടസ്സമാകുന്നുണ്ട്. ഗോത്രവർഗം 10-30ഓളം ഭാഷകൾ അവർ തന്നെ, 30 അതിൽ കൂടുതലാണോ എന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ഭാഷയുണ്ട് അവിടെ. അപ്പോൾ അവരുടെ ഹിന്ദിയൊന്നും നമ്മളെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഹിന്ദി അത്യാവശ്യം സംസാരിക്കാൻ, പിന്നെ നോർത്തിലേക്കും അവിടെയൊക്കെ പോയി പിടിച്ചു നിൽക്കാൻ പറ്റും, കൊണ്ട് കളഞ്ഞാൽ മതി, ഒരു ഹിന്ദി നോക്കില്ല. പക്ഷേ നല്ല ഈ പറഞ്ഞ സ്റ്റേറ്റിലൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അരുണാചലിലും നാഗാലാൻഡിലും ഒക്കെ മിഷണറി കൂടുതലുള്ള അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ. പക്ഷെ അപ്പോഴും ചിലപ്പോൾ മിസോറാമിലും അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ നടക്കും. ത്രിപുരയിലും ആസാമിലൊന്നും ചിലപ്പോൾ നടക്കില്ല. അങ്ങനെയുണ്ട്. ത്രിപുര, ആസാം, അങ്ങനത്തെ 1-2 സ്റ്റേറ്റുകളിൽ അവിടെ ഈ ബംഗാളി കുറച്ച് ബംഗാളി കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്തിരി ബംഗാളിയും കൂടി പറഞ്ഞാൽ മാത്രമേ, ഹിന്ദി പറഞ്ഞാൽ
അവിടെ എത്തൂല. എന്നാൽ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാലും ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലുണ്ടല്ലോ, പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ ആൾക്കാർ ചെന്ന് ടൂറിസം വളർന്ന് വലുതായി ചെന്ന് കൂടുതൽ ആൾക്കാർ ചെല്ലുന്നതോറും ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ആ നിഷ്കളങ്ക സ്വഭാവവും അതൊക്കെ ഇല്ലാതായിക്കാണ്, നഷ്ടപ്പെടുകയാണ്. അവിടെ നിൽക്കുന്ന ഒരു തട്ടിപ്പുകാരനായി മാറാനുള്ള സാധ്യത വളർന്നു വരുന്ന ഒരു സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഇതിലൊരുത്തനെ എങ്ങനെയെങ്കിലും കൊള്ളയടിക്കാമെന്ന് പറ്റിക്കാമെന്നുള്ള ചിന്തയുള്ള തരത്തിലേക്ക് ആൾക്കാർ ഒറിജിനാലിറ്റി പറഞ്ഞ അനിൽ വിശ്വസിക്കില്ല. ഞാൻ ഇത്രയും സംസ്ഥാനങ്ങളിൽ പോയാൽ ഏറ്റവും പ്രശ്നം ഞാൻ ഫേസ് ചെയ്തത് ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരു സംസ്ഥാനത്ത് നിന്നാണ്. ഊഹിക്കാൻ പറ്റുമോ അതവിടെ? ഏറ്റവും ടൂറിസം കൊണ്ട് അരുണാചൽ പ്രദേശ് അല്ല, ഗോവയില്. ഗോവ ടൂറിസമാണ്. ടൂറിസം അല്ലാതെ വേറെ സ്ഥലമില്ലാത്ത സ്ഥലമാണ്. അവിടെ എവിടെ പോയാലും റോട്ടിൽ എല്ലാം കൊണ്ടും 2 പ്രാവശ്യം എൻ്റെ വണ്ടിയിൽ നിന്ന് കൊള്ളയടിക്കാൻ ശ്രമിച്ചത് ഗോവയിൽ വെച്ചാണ്. 2 പ്രാവശ്യം. ഒരു ദിവസം ലാപ്ടോപ്പ് പോയതിന്, ഒരു പ്രാവശ്യം അതുപോലെ തുറന്ന് കിടക്കണം, കഷ്ടി ഞാൻ ഓടി വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ. അതേസമയം ഈ പറഞ്ഞ സ്ഥലത്ത് രാജസ്ഥാനിൽ മറ്റേ ടൂറിസം ഇല്ല എന്നല്ല ഞാൻ പറയണേ. രാജസ്ഥാനിലോ ഹരിയാനയിലോ ഒക്കെ എനിക്ക് ഇത് പ്രശ്നമല്ലേ, കുഴപ്പമുണ്ടാവില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരു കുഴപ്പമില്ല, ഒരു തരത്തിലും പ്രശ്നമില്ലാത്ത സ്റ്റേറ്റുകളാണ്. അപ്പോൾ മനുഷ്യന്മാരെ ചിലപ്പോൾ പലപ്പോഴും നമ്മളെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുള്ളൊരു ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പം അവരെ പറ്റി ചിന്തിച്ച പോലെ ആയിരുന്നില്ല അവർ, ശരിക്കും അങ്ങനെയല്ല എന്നുള്ളത്. അവർ നമ്മളെപ്പോലുള്ള കുഴപ്പക്കാരെ അവിടെ ചെന്നിട്ട് അവർ കുഴപ്പക്കാരായി മാറുകയാണ് ചെല്ലുന്നത്. ആൾക്കാർ ടൂറിസ്റ്റുകൾ കൂടുതൽ ചെല്ലും തോറും ഒരു പറ്റിപ്പും തട്ടിപ്പും അങ്ങനത്തെ നിഷ്കളങ്കമല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവിടെയുള്ള ജനതയും വന്ന് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളു. അതർവൈസ് ഈ ഭാഷയൊന്നും കൈകാര്യം കൂടി നമുക്ക് വഴങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ പല സ്ഥലത്തും അവിടെ ചെന്നിട്ട് മലയാളത്തിലാണ് സംസാരിച്ചിരുന്നത്. ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷും ഏൽക്കുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ കൂടെ അജു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ചധികം ദിവസം. പുള്ളി ആ ഏരിയയിലൊരു ടൂർ ഓപ്പറേറ്ററും കൂടിയാണ്. അപ്പോൾ അജു ഞാൻ നോക്കുമ്പോൾ ചേച്ചി 2 ചായ എടുക്കുക എന്നൊക്കെ പറയുന്നു. ഞാൻ അജു നല്ല ഗംഭീരമായിട്ട് മലയാളത്തിലാണ് പറയുന്നത്. ഹിന്ദി പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ചായക്കടയിൽ ചെന്നിട്ട് 2 എന്നിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞ ചായ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടല്ലോ. 2 ചായ എന്നുള്ളതും വന്നില്ല, കൈ കൊണ്ട് 2 എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ വേറെ ഭാഷ പറഞ്ഞ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ഭാഷയും ചില സമയത്ത് തടസ്സമാകുന്നില്ല. മനുഷ്യർ വളരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന, അങ്ങനെ നോർത്ത് ഈസ്റ്റിലൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ അവർ വിളിച്ചുകൊണ്ടുപോയി കുറെ കൂടി ഇന്റീരിയർ അനുഭവങ്ങൾ ഈ പ്രാവശ്യം നോർത്ത് ഈസ്റ്റ് യാത്രയിൽ എഴുതി കണ്ടിരുന്നു. അതെ. പിന്നെ എക്സ്ട്രീം കാലാവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്ന പറയുന്നത്. കാലാവസ്ഥ എനിക്ക് വണ്ടിയിലൊരു 4 ഡിഗ്രി വരെയൊക്കെ വണ്ടിയിൽ കിടക്കാൻ പറ്റും. അതിന് താഴേക്ക് പോകുമ്പോൾ ഞാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ സ്ലീപ്പിംഗ് ബാഗിലാണ് കിടക്കുന്നതെങ്കിലും സ്ലീപ്പിംഗ് ബാഗ് ചെറുതായിട്ട് നനയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ഡിഗ്രി താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ കിടപ്പ് ചിലപ്പോൾ അപകടം എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ മാത്രമല്ല, ആരും അറിയുന്നില്ല, തൊട്ടടുത്ത ഒരാൾ ഇല്ലല്ലോ, നമ്മൾ കൂടെ വണ്ടിയിലും ഇല്ല, കിടക്കുന്ന സ്ഥലത്തും ആരും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ 4 ഡിഗ്രി താഴെ പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഹോട്ടൽ മുറികളിലേക്ക് കയറിയിട്ടുണ്ട്. അതിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പിന്നെ യാത്ര വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. പിന്നീട് പോകാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ തവാങ്ങിലേക്ക്, സിക്കിമും സ്റ്റേറ്റും മുഴുവനും പോകാൻ പറ്റില്ല, തവാങ്ങും എനിക്ക് പോകാൻ പറ്റില്ല. തവാങ് പോകാതെ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ എനിക്ക് ഒരാഴ്ച കൂടുതൽ കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് തവാങ്ങിലും ബൂമല പാസിലൊക്കെ. പക്ഷേ അത് പറ്റിയില്ല. മൈനസും മഞ്ഞ് വീഴ്ചയും, പിന്നെ വണ്ടി പോയാൽ തന്നെ റിസ്ക് ഉള്ള ബ്ലാക്ക് ഐസ് വീണ് കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ട്. ബ്ലാക്ക് ഐസ് റോഡിൽ നമുക്ക് മനസ്സിലാകില്ല ഐസാണെന്ന്. അതിന്റെ മുകളിൽ ഒരു ലെയർ വീണിട്ടുണ്ടാവും. റോഡ് പോലെ തന്നെ കറുത്തായിട്ട് തന്നെ നമ്മൾ കാണുള്ളൂ, വെളുത്ത നിറമല്ല, ട്രാൻസ്പെറന്റ് ആയിട്ട്. അപ്പൊ റോഡിന്റെ കറുപ്പ് തന്നെ നമ്മൾ കാണുള്ളൂ. ചില്ല് പോലെ കിടപ്പുണ്ട് സാധനം. പോയി കയറിയാൽ പിന്നെ ചവിട്ടാനും ചവിട്ടിയാലും കിട്ടില്ല, ചവിട്ടിയിട്ട് കാര്യമില്ല, ഓടിച്ചാലോ എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാലാവസ്ഥ, അതർവൈസ് എനിക്ക് മറ്റേ കാലാവസ്ഥയുടെ
വേറെ പ്രശ്നങ്ങളൊന്നും. ഇത്രയും ദിവസം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം എന്തോ ഒരു ബോഡി പെയിൻ വന്നു എന്നുള്ളതല്ലാതെ ഈ 105 ദിവസം യാത്രയിലും 156 ദിവസം യാത്ര പോയാലും അതേപോലെ ഒരു ദിവസം പനി വന്നു. ശരീരം വേദന വന്നു, പനിയും വന്നു. അതിപ്പോൾ വീട്ടിൽ 100 ദിവസം ഇരുന്നാലും എറണാകുളത്ത് ഇരുന്നാലും വരും ഒരു ദിവസം പനി. എറണാകുളത്ത് 10 ദിവസം വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് യാത്രയുടെ ഭാഗമായിട്ട് വന്ന ഒരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ ഒന്നും വന്ന ഒരു നല്ല കുറേ വായു ശ്വസിക്കാൻ പറ്റിയ സ്ഥലത്ത് കൂടി തന്നെയൊക്കെയാണ് പോകുന്നത്, തിരക്കും ബഹളവും ഇല്ലാത്തടത്ത്. അപ്പം അത് തന്നെയാണ് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ക്ലൈമറ്റ് ഈ വിൻ്ററിൽ ഞാൻ ട്രാവൽ ചെയ്യണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചൂടത്ത് പറ്റില്ല. ഈ വണ്ടിയിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. വണ്ടി ചൂടാകും. വണ്ടി ഓൺ ചെയ്തിട്ടല്ല കിടക്കുന്നത്. ഓൺ ചെയ്തിട്ട് കിടക്കണ അപകടമാണ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കുളി, മലയാളി 44 നദിയും വെച്ചിട്ട് കുളിച്ച് 3 നേരം കുളിച്ച് തകർക്കണ ആൾക്കാരല്ലേ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ആർഭാടം മനസ്സിലാകുന്നത്. അങ്ങനെ വേർക്കുന്നില്ല ശരീരം, വസ്ത്രങ്ങളിൽ അങ്ങനെ അഴുക്കുമാകുന്നില്ല, വേർപ്പും ഇതൊക്കെ വരുമ്പോൾ. അപ്പം പിന്നെ അവിടെ 3 ദിവസമൊക്കെ കൂടുമ്പോൾ അവരും കുളിക്കണമല്ലോ. അവർ ആഴ്ചയിൽ കുളിക്കണ്ടോ എന്ന കാര്യം നമ്മൾ സംശയമാണ്. എന്നാൽ അതിൻ്റെ ദുർഗന്ധമോ മണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേർപ്പാണല്ലോ, വേർപ്പില്ലാത്തത് കൊണ്ട് ആ പ്രശ്നം വരും. അപ്പോൾ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ പോകുന്ന നമുക്ക് 2 ദിവസം 3 ദിവസം ഒന്നും കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വസ്ത്രങ്ങൾ മാറും, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. വസ്ത്രം മാറും, അത് കഴുകും, വേറെ വസ്ത്രം എല്ലാ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലാതെ കുളിക്കണമെന്ന് ഇനി വെച്ചാലും നിങ്ങൾക്ക് എല്ലാ ദിവസവും വെള്ളം എടുത്ത് വെച്ചിട്ടില്ല ആരും, ചൂടുവെള്ളമൊന്നും. അങ്ങനെയുണ്ട്, തണുപ്പാണ്, ചൂടുവെള്ളമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4 ഡിഗ്രി വരെയൊക്കെ വെള്ളത്തിൽ ഞാൻ കുളിക്കും. സുന്ദരമായിട്ട് ആ തണുപ്പത്ത് വെള്ളത്തിൽ കുളിക്കാറുണ്ട്. ഞാൻ കുളിച്ചില്ലെങ്കിൽ തുണി കഴുകുമ്പോൾ എല്ലാം നമ്മളെ കൈ മരവിക്കും. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥ ഞാൻ ആ തണുപ്പ് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതെൻ്റെ തന്നെ ശരീരത്തിനെ ബാധിച്ചിട്ടുമില്ല. അതേസമയം എനിക്ക് ഈ ചൂട് ഇതിനകത്തേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗുണം തന്നിട്ടുണ്ടെന്നോ പറഞ്ഞിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓയിൽ ഫീൽഡിലാണ് ജോലി ചെയ്തിരുന്നത്. 47 ഡിഗ്രിയിലൊക്കെ നിന്ന് ഞാൻ ഈ രാജസ്ഥാൻ ഇതേ സ്ഥലങ്ങളിൽ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, അരുണാചലിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ചൂട് തുടങ്ങിയെന്ന് ഇവിടെ നിന്ന് ഉള്ള കഥകളൊക്കെ കേട്ടു തുടങ്ങി. ഞാനിപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 4 ഡിഗ്രിയിൽ സ്ലീപ്പിംഗ് ബാഗിലൊക്കെയാണ് കിടക്കുന്നത്. ഇനി പോകാനായല്ലോ തിരിച്ച്, ഈ ചൂട്ടത്തേക്കാണ് പോകേണ്ടതെന്നുള്ളത് തന്നെ ഇങ്ങനെ അലട്ടുന്നുണ്ട് പ്രശ്നം. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ഇവിടുത്തെ ചൂടും ഇപ്പോൾ ചെന്നൈയിലേക്ക്, ഒഡീഷ കഴിഞ്ഞപ്പോൾ തന്നെ അത് അനുഭവിക്കാൻ തുടങ്ങി. വിശാഖപട്ടണത്തേക്ക് വന്ന് ചെന്നൈയിലേക്ക് വന്ന് കയറിയിട്ട് എനിക്കത് വലിയ പ്രശ്നമാകുന്നില്ല ചൂട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഓയിൽ ഫീൽഡിലാണ് പണിയെടുക്കണമെന്ന് ഒറ്റ ചിന്തയുണ്ട്. ഷിഫ്റ്റ് നമ്മളെ ഈ ബ്രെയിനിനെ നമ്മളിപ്പോൾ എനിക്ക് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നിനക്കറിയാലോ ഞാൻ ഈ ചൂടി പണിയെടുത്തിരുന്ന ആളല്ലേ എന്ന് ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും പുള്ളി അഡാപ്റ്റ് ചെയ്തു. അത് ശരീരത്തിനും ഓർമ്മകളുണ്ടല്ലോ. ഉണ്ട്. ആ മെമ്മറി, ആ ഓർമ്മകൾ നഷ്ടപ്പെടാതിരുന്നാൽ മതി. ഇപ്പം യാത്രികൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ഒരു മലയാളി തമിഴ്നാട്ടിലെത്തുമ്പോൾ മലയാള ഭാഷയിലെ 70% വാക്കുകളും അവിടെ ചിലവാകും. പക്ഷെ അത് കർണാടകത്തിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഒരു 10% കുറയും. വീണ്ടും കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു 30% കുറയും. പിന്നെ ഹിന്ദി മേഖലകളിലേക്ക് കടക്കുന്നതോടുകൂടി നമുക്ക് വീണ്ടും ഈ 30% ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഭാഷ, നമ്മുടെ ഒരു വാക്കും എടുക്കാത്ത നാണയം പോലെ ആയിത്തീരുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ, നോർത്ത് ഈസ്റ്റിലെ ജീവിതമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ ഒരു 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 കൾച്ചറൽ മെൻ്റൽ ഷോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് നോർത്ത് ഈസ്റ്റിൽ മെൻ്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഷോക്കായിരുന്നു നമ്മൾക്ക് തന്നെ. അയ്യോ, ഹിന്ദി പറഞ്ഞാൽ പഴച്ചു പോകാൻ പറ്റും എല്ലായിടത്തും എന്നുള്ള ആ ഒരു അതാണ് പറഞ്ഞത്. അതൊക്കെ അഹന്തയാണ്. അതിൽ നിന്ന് പുറത്ത് കിടന്നു അപ്പം തന്നെ കഴിഞ്ഞ്, നിനക്കത് അറിഞ്ഞൂടാ ഭാഷ ഇവിടെ ചിലവാകില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളെ ചിന്തയായിരുന്നു. ഹിന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും പഴക്കാം എന്നുള്ളത്. പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1-2 സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അരുണാചൽ, ഇവിടെ എല്ലാം മിസോറാം, നാഗാലാൻഡിലൊക്കെ ഇംഗ്ലീഷ് ചിലവാകും, നന്നായിട്ട് തന്നെ ചിലവാകും. ആരും ഇംഗ്ലീഷിൽ സംസാരിക്കും. മറ്റവരുടെ അടുത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം പറയുന്നത് മനസ്സിലാകുന്നില്ലേ, മലയാളത്തിൽ പറയുക, ആംഗ്യം ഒക്കെ കാണിച്ചിട്ട് തന്നെയാണ്. അതുണ്ടായിട്ടുണ്ട്. അതൊരു മെൻ്റൽ ബ്ലോക്ക് എന്നുള്ളതിനേക്കാളുപരി ആദ്യം ഒരു ഷോക്കായിരുന്നു.
ഹിന്ദി പറഞ്ഞാലും ചിലവാത്ത സ്ഥലങ്ങളുണ്ടോ എന്നുള്ള ഇതിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് അവരെവിടെ നിന്നെങ്കിലുമൊക്കെ ആളെ വിളിച്ചുകൊണ്ടൊന്ന് ഹിന്ദി അറിയുന്ന ഒരാളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഡീൽ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മണിപ്പൂരിൽ അവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. ഞങ്ങൾ മണിപ്പൂരിൽ ചെന്നിട്ട് അവിടെ കുടിൽ വ്യവസായം പോലെയാണ് വാറ്റുചാരായം അതുണ്ടാക്കുന്നത്. അത് മുമ്പ് പ്രൊഹിബിഷൻ ഉണ്ടായ സ്ഥലമാണെങ്കിൽ ഇപ്പം ഇല്ല, പലയിടത്തും ചില സ്ഥലങ്ങളിൽ മാത്രം എന്തോ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം ഇത് പ്രൊഹിബിഷൻ ഇപ്പോഴും ഉള്ള സ്ഥലമാണ്, എന്നിട്ട് ഇവരിങ്ങനെ നന്നായിട്ട് വാറ്റുണ്ടല്ലോ എന്നുള്ള. അവിടെ ഒരു ഗ്രാമം മുഴുവനും എല്ലാ വീടുകളിലും ഇങ്ങനെ വാറ്റ്, വെറുതെ വാറ്റല്ല, ഇപ്പോൾ ഇതല്ലേ മിനറൽ വാട്ടർ ബോട്ടിൽ, അതുപോലെ പക്ക ബോട്ടിൽ ചെയ്ത് ലേബലടിച്ച് സീൽ ചെയ്ത് വിലടിച്ച് വരുന്ന മെഷീനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ തന്നെ. അത് സാധാരണ പൾപ്പറ്റ് ബോട്ടിൽ പോലത്തെ, അതല്ലാതെ നല്ല ഗംഭീര കുപ്പികളിൽ നല്ല രസമായിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത പോലത്തെ കുപ്പികളായിട്ട് തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങൾ. അത് നാടൻ വാറ്റാണ്. ഒരു വീട്ടിൽ വെറുതെ ചെമ്പിൽ ഇട്ടിട്ട് റൈസിൽ നിന്നാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കാണണം, മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭാഷ രക്ഷയില്ല. മണിപ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞ അതിനകത്ത് 7 സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റാണ് ഭാഷ അറിയാതെ കുടുങ്ങിയത്. അവിടെ ആ ഗ്രാമമുഖ്യൻ്റെ ഭാര്യനെ കിട്ടി. അവർ ഭാഗ്യത്തിന് ഇത് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ സ്റ്റേറ്റിൻ്റെ ടൂറിസത്തിനെ കുറിച്ചൊക്കെ താല്പര്യവും ആശങ്കയൊക്കെ ഉള്ള സ്ത്രീയാണ്. അവർ ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ കൊണ്ടുനടന്ന് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാൻ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ പലപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെ സഹകരണത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടേണ്ട കാര്യമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഭാഷ നല്ല രീതിയിൽ കുഴക്കിയ സ്ഥലങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ മ്യാൻമറിൻ്റെ അകത്തും ഭൂട്ടാനിലും കയറിയിരുന്നു. ഭൂട്ടാനിൽ കയറി. അപ്പോൾ ഈ അതിരുകളിലുള്ളൊരു അനുഭവം എന്താണ്? അതിൽ 1-2 സ്ഥലത്ത് മാത്രം. മ്യാൻമാറിൽ കയറിയത് അനൗദ്യോഗികമായിട്ടാണ്. അത് ഇവിടെ നമ്മൾ ലോങ്വ എന്ന് പറഞ്ഞ സ്ഥലം, നാഗാലാൻഡിൽ. ലോങ്വയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് മ്യാൻമാറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബർമ, പഴയ ബർമ എന്ന് പറയുന്ന സാധനം. അതിൽ അവിടുത്തെ ഗോത്രവർഗക്കാർ രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്, കൊട്ടാരം അങ്ങനത്തെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിരിക്കുന്നത് പകുതി മ്യാൻമാറിലും പകുതി ഇന്ത്യയിലുമാണ്. ആ വീടിൻ്റെ കയറുമ്പോൾ നമ്മൾ നടയുടെ അതിൽ ഇവിടെ ഇന്ത്യയുടെ ബോർഡും ഇവിടെ ഇത് ഉണ്ട്. അപ്പോൾ അയാളെ വീടിൻ്റെ അകത്തോട്ട് നടന്ന് കയറി കഴിഞ്ഞാൽ ബെഡ്റൂമുകൾ ഒരു സൈഡ് ഇന്ത്യ, ഒരു സൈഡ് മ്യാൻമാറുമാണ്. അവിടെ നമുക്ക് കയറാം. അത് ഒഫീഷ്യലി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലവും ഇതൊക്കെയാണ്. ഈ പറഞ്ഞ കൊട്ടാരം എന്ന് പറഞ്ഞത് നമ്മളെ ഇവിടുത്തെ ഒരു ചെറിയ കാർഖാന, ഒരു ഫാക്ടറിയുടെ ഇതുള്ള ചെറിയൊരു കെട്ടിടമാണ്. ഒരു 10-12 മുറിയുള്ള ഒരു കെട്ടിടം. മുകളിൽ ടിൻ ഷീറ്റാണ് അടിച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം അത്രേ ഉള്ളൂ. പക്ഷെ അവരുടെ സാധാരണ മനുഷ്യന്മാരുടെ അങ്ങനത്തെ 2 മുറിയുള്ളതാണ് അവിടുത്തെ സാധാരണ. അല്ലെങ്കിൽ 12 മുറിയുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്ട്രക്ചറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഇടത്തരം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീടിൻ്റെ അടുത്ത് എത്തൂല, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അവിടെ നമ്മൾ ഒഫീഷ്യലി കയറുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ വേറെ പല സ്ഥലത്തും ഉണ്ട്. അപ്പുറത്തേക്ക് കയറുന്ന മ്യാൻമാറിൻ്റെ സ്കൂൾ പണ്ടൊക്കെ അങ്ങോട്ട് അലോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടെ ഇത്തിരി പട്ടാളം ഇത്തിരി കർശനമാക്കിയിട്ടുണ്ട്, അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് തലേദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മളെ പട്ടാളക്കാർ പേരും നമ്പറൊക്കെ എഴുതിയെടുത്തിട്ടാണ് ഈ രാജാവിൻ്റെ ആ ഏരിയയിലേക്ക് വിടുന്നത്. ഈ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് മ്യാൻമാറിൽ. അത് ഇവർ വിട്ടില്ല, പോകാൻ പറ്റില്ല, ഇപ്പോൾ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ. ഞങ്ങൾ ആ വഴിയിലേക്ക് കയറലും അവിടെ തന്നെ ഇവർ നിൽക്കണം, ബ്ലോക്ക് ചെയ്തു. അടുത്ത ദിവസം ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ രാവിലെ അവിടുത്തെ ഒരു ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. എന്നുവെച്ചാൽ അവരുടെ വീടിന് മുറ്റത്ത് ടെൻ്റ് അടിച്ചിട്ട് അവരുടെ അപ്പം ഞങ്ങൾ പ്രയറിനൊക്കെ പോയി ചർച്ചിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വഴിയിലൊന്നും ഒരു പട്ടാളക്കാരനുമില്ല, ആരുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ പതുക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വഴിയൊക്കെ കയറി മ്യാൻമാറിലൊക്കെ പോയി നടന്ന് സഞ്ചരിക്കാവുന്ന അത്രയൊക്കെ ദൂരം സഞ്ചരിച്ചിട്ട്, അത് ഇല്ലീഗൽ ആൻഡ് അൺഒഫീഷ്യൽ വിസിറ്റാണ്, അങ്ങനെ നടത്തിയിട്ടൊക്കെ പോകുന്നു. എൻ്റെ റീൽസും വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ബർമയിൽ ഭൈരവ് കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരുണാചലിൽ അവിടെ നിന്ന് നമ്മൾ ഭൂട്ടാനിലേക്ക് അവർ അലോ ചെയ്യും. നമ്മൾ നമ്പറും കാര്യം ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോയി ഒരു 1.5 കിലോമീറ്റർ അകത്ത് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരും. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടാകുമായിരിക്കും, അവിടെ നിന്ന് പിടിക്കുമായിരിക്കും. അവിടെ നിന്ന് വിസ ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ പെട്രോളിനും വലിയ വില കുറവാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവർ അപ്പുറത്ത് കയറിയിട്ട് ഒരു പെട്രോൾ ബങ്കേ ഉള്ളൂ, അവിടെ അടിച്ചിട്ട് പോരാൻ ചെയ്യാം.
അങ്ങനെയുണ്ട്. അപ്പം അത് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭൂട്ടാൻ്റെ ഫീൽ കിട്ടും. ഹാപ്പിനെസ് ഇൻഡെക്സ്. ഭയങ്കര വ്യത്യാസമുള്ള സ്ഥലമായിട്ട് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അവരുടെ ആ പള്ളി, ബുദ്ധിസ്റ്റുകളുടെ പ്രയർ ബെല്ല്, അമ്പലത്തിൻ്റെ രീതികൾ, കടകളിലെ കെട്ടിടങ്ങളുടെ രീതി ഒക്കെ മാറും. കെട്ടിടങ്ങൾ നമ്മൾക്ക് ഇവിടെ പണിയണ പോലെ വായ തോന്നിയ കെട്ടിടമൊന്നും പണിയാൻ പറ്റില്ല അവിടെ. അവരുടെ ആർക്കിടെക്ചറുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അങ്ങനത്തെ കെട്ടിടങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കെട്ടിടങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും ഭൂട്ടാനാണെന്നുള്ള ഫീല് ആ ബോർഡറിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? കുറച്ച് അധികം സമയം അവിടെ നിന്ന് കറങ്ങിയിട്ട് 1/2 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ട് ഇന്ത്യയിലെ പെട്രോൾ ബങ്കിൽ കിടന്നുറങ്ങി. മനസ്സിലായില്ലേ? ഭൂട്ടാനിലേക്ക് ചില കമ്മോഡിറ്റീസ് എൻട്രി ഇല്ല എന്ന് പറയും. ലക്ഷറി സാധനങ്ങളൊന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന് പറയാം. അത് ഭൂട്ടാൻ ഒരു ഇതായിട്ട് കറങ്ങാനുണ്ട്. എനിക്ക് ആദ്യത്തെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം ഭൂട്ടാനിലേക്ക് ഒരു ദിവസം നമ്മൾ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ 5000 രൂപയോളം ഫീസ് കൊടുക്കണം. അവിടെ ചെന്നാൽ ഒരു ഗൈഡില്ലാതെ നമ്മൾ കറങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു ദിവസം 1000-1500 രൂപ ഗൈഡിന് വേണം. പിന്നെ 3 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാൻ പാടുള്ളൂ. 3000-3500 രൂപ അങ്ങനെ വന്നു. അപ്പോൾ ഒരു 10000 രൂപ വേണം വണ്ടിയായിട്ട് പോയിട്ട് ഭൂട്ടാനിൽ ഒരു ദിവസം കറങ്ങണമെങ്കിൽ, ഭക്ഷണവും ബാക്കി ചിലവൊക്കെ വരുമ്പോൾ. അതിൽ നല്ലത് കൽക്കത്തയിൽ ചെന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോയി ഭൂട്ടാൻ അവിടുന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഭൂട്ടാൻ മുഴുവൻ 4-5 ദിവസം കൊണ്ട് കറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന അങ്ങനെയാണെന്നാണ്. അതിൽ എക്കണോമിക്കലി അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അത് ഭൂട്ടാൻ ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ എന്തൊക്കെ കിടത്തുക എന്നുള്ള ആ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഈ ചൈനീസ് ബോർഡറിൻ്റെ അടുത്തൊക്കെ ചൈന ബോർഡർ, അരുണാചൽ, അനീനി, മെച്ചുക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ലാമാങ് എന്ന് പറഞ്ഞ ഒരു 30 കിലോമീറ്ററോളം വീണ്ടും സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം മഞ്ഞ്, ബാക്കിയുള്ളിടത്തൊന്നും മഞ്ഞ് വീണ് തുടങ്ങിയിട്ടില്ല. ഇവിടെ മഞ്ഞ് വീണ് -12 ഡിഗ്രിയിലൊക്കെ എത്തിക്കഴിഞ്ഞു. അത് ബോർഡർ. അപ്പുറം ചൈന നമുക്ക് കാണാം. അവിടെ ഒരു 1986 തകർന്നു വീണ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട്. അന്ന് അത്ഭുതകരമായിട്ട് അതിനകത്തുണ്ടായിരുന്ന 12 പേരും രക്ഷപ്പെട്ട് ആ ഹെലികോപ്റ്റർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകൾ വിടും. അവിടെ നമുക്ക് ചൈന കാണാം. പിന്നെ കിബിത്തു, കഹോ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയാലും ചൈന ബോർഡർ കാണാം. ചൈന ബോർഡർ പലവട്ടം കണ്ടു അരുണാചലിൽ നിന്ന്. പിന്നെ മ്യാൻമാർ, നാഗാലാൻഡിൽ പോകുമ്പം മ്യാൻമാറിൻ്റെ ബോർഡറിൽ പല ബോർഡറുകളിൽ വരുന്നുണ്ട്. മണിപ്പൂർ ചെല്ലുമ്പോഴും ഇതുപോലെ മ്യാൻമാർ ബോർഡർ വരുന്നുണ്ട്. മണിപ്പൂരിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ എവിടെയാണ് ബോർഡർ വരുന്നത്? നേപ്പാളിൻ്റെ ഇതിനകത്തേക്ക് കടന്നിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ പാകിസ്ഥാനും നേപ്പാളും ശ്രീലങ്ക ഒഴിച്ച് ബാക്കി എല്ലാ ഇതും ബോർഡർ അതിർത്തി ഇതിലേക്കൂടെ പല പ്രാവശ്യം നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ആ സ്ഥലത്തിൻ്റെ പേര് മോറേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മണിപ്പൂർ. പറഞ്ഞാൽ വിശ്വസിക്കില്ല അനിൽ. അതാണ് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കലെങ്കിലും കടന്നു ചെല്ലേണ്ട സ്ഥലമാണ്. തമിഴ്നാട്ടിൽ ചെന്ന പോലെ ഇരിക്കും. തമിഴരുടെ അതേ ശില്പശൈലിയിലുള്ള അമ്പലം, കാര്യങ്ങൾ മുഴുവൻ സ്ട്രീറ്റിലും എല്ലാം തമിഴന്മാർ തമിഴ് സംസാരിക്കുന്ന മസാല ദോശ സാധനങ്ങൾ.